മാസത്തിന് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്ന ത്രില്ലിലാണ് കേട്ടോ. പക്ഷേ ട്രെയിനിലാണ് പോകുന്നത്. ആദ്യമായിട്ടാണ് ഇത്ര ലോങ് ആയിട്ട് നമ്മൾ ട്രെയിനിൽ പോകുന്നത്. ഞങ്ങൾ പോകുന്നുണ്ടെങ്കിൽ കാറിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ പോയിക്കൊണ്ടിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം ട്രെയിനിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കിങ്ങിണി നല്ല ഉറക്കമായിരുന്നു. 4:30 ട്രെയിൻ ഉണ്ടായിരുന്നത്. അങ്ങനെ കിങ്ങിണിക്ക് ഇഡ്ഡലിയൊക്കെ വാങ്ങിക്കൊടുത്ത് അവൾ അതൊക്കെ കഴിച്ച് പിന്നെ അച്ഛൻ്റെ കൂടെ കുറച്ച് സമയം കളിയും ചിരിയൊക്കെ ആയിരുന്നു. അവൾക്ക് അങ്ങനെ ബോറടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല ബോറടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെന്നൈയിലെത്തി ഞങ്ങളൊന്ന് ഔട്ടിങ്ങിനൊക്കെ പോയി പുറത്ത്. കാരണം ട്രെയിൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് കടയിലൊക്കെ കയറി കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഞാനൊരു വാച്ച് വാങ്ങിച്ചായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ പിന്നെയും ചെന്നൈ ടു മംഗലാപുരം ട്രെയിനിലേക്ക് കയറി നൈറ്റ് ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങളിരുന്നു. നല്ല അവിടെ ഫുള്ളായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മലയാളീസ് ആയതുകൊണ്ട് വർത്തമാനം പറഞ്ഞിരുന്നായിരുന്നു. നല്ല ചെന്നൈ ടു മംഗലാപുരം ആ ഒരു ട്രെയിൻ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ കിങ്ങിണി കണ്ണൂരെത്താനുള്ള ത്രില്ലിലാണ്. ശരിക്കും അവൾ അടിപൊളി ഹാപ്പി ആയിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് അങ്ങനത്തെ ബോറടിയുന്നുണ്ട്. ഞാൻ വിചാരിച്ച അവൾ കുഴപ്പമാക്കുന്നതാണ്, പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും എനിക്കായിരുന്നു നല്ല ബോറടി ഉണ്ടായിരുന്നത്. അവൾ നല്ല അടിപൊളിയായിട്ട് മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ കണ്ണൂർക്ക് എത്താനുള്ള കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ കോഴിക്കോട് എത്തി, കൊയിലാണ്ടി എത്തി, വടകര എത്തി, അങ്ങനെ ഞങ്ങൾ കണ്ണൂരെത്തി. കണ്ണൂരെത്തിയപ്പോൾ എൻ്റെ അച്ഛൻ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്, അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അച്ഛൻ ഞങ്ങളെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് പോയി. അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അമ്മ ഒരുപാട് നാൾക്ക് ശേഷം നമ്മളെ കാണുന്നത്. അങ്ങനെ അമ്മേൻ്റെ കയ്യിൽ തന്നെയായിരുന്നു കുഞ്ഞുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ മെയിൻ പരിപാടി ഫുഡിലേക്ക്. എനിക്ക് ബിരിയാണി ഒരുപാട് ഇഷ്ടമാണ്, അതും ഞങ്ങളുടെ ഫേവറേറ്റ് ഹോട്ടൽ. പിന്നെ ബിരിയാണിയൊക്കെ അടിച്ച് നന്നായിട്ട് ഒന്ന് ഉറങ്ങി. നല്ല യാത്രക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ.